എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 11-ാം തീയതി മുതൽ ആരംഭിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള വേക്കൻസി ലിസ്റ്റും ഈ ഒരു ജൂലൈ 11-ാം തീയതിയോടെ വരുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു, അതായത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ്, അതുപോലെ സെക്കൻഡ്, അതുപോലെ തേർഡ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സെക്കൻഡോ അല്ലെങ്കിൽ തേർഡിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിലോ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചിരുന്നാലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. എന്നാൽ സാധാരണഗതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവസരം സാധാരണഗതിയിൽ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ നൽകാറില്ല. അതുപോലെ തന്നെ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അതുപോലെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒന്നാമത്തെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് ഈ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് അപേക്ഷ സാധാരണഗതിയിൽ നൽകാനുള്ള അവസരം നൽകാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അല്ല, ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള ആ ഒരു വേക്കൻസി ലിസ്റ്റുകൾ ഏകദേശം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം നോക്കിയിട്ട് ആ ഒരു വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്കും അതുപോലെ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നിങ്ങൾക്ക് ഒന്നുകിൽ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ടോ നൽകാവുന്നതാണ്. നിങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷ നൽകുന്ന സ്കൂളുകളിലേക്ക് എത്ര വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അവരുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, ഇതൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് നൽകിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോറിറ്റിയോ മറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂൾ വഴിയും നൽകാം, അതുപോലെ തന്നെ സ്വന്തമായിട്ടും നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വഴി നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫോം ലഭിക്കും. അപ്പോൾ ആ ഒരു ഫോം ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് ജസ്റ്റ് ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ജസ്റ്റ് അതിൽ നൽകിയിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര്, അതായത് നെയിം കൊടുക്കാനുള്ള ആ ഒരു ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാനുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പ്രത്യേകിച്ച് ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ പേര് മാത്രമേ ഉണ്ടാവൂ. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ്, അതായത് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നൽകാനുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഭാഗത്ത് തന്നെ, അതായത് ആ ഒരു ഫോമിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ കോഡ് എന്നിങ്ങനെ നൽകാനുള്ള ഭാഗമുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവിടെ സീരിയൽ നമ്പർ എന്നുള്ളത് 1, 2, 3 ഈ രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക്, അതായത് ഏത് സ്കൂളിലേക്കാണ് ഓപ്ഷൻ വേണ്ടത് അത് കറക്റ്റായിട്ട് ആ സ്കൂളിൻ്റെ കോഡ്, സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്നിവ എഴുതുക. കോഴ്സിൻ്റെ കോഡ് നൽകുമ്പോൾ തെറ്റിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയോളജി സയൻസിൻ്റെ കോഡാണെങ്കിൽ 1 ആണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5 ആണ്. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ 39, 36 ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സ്കൂളിൽ, നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത് ആ ഒരു സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ആ ഒരു സ്കൂളിലെ കോഴ്സിൻ്റെ കോഡ് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുകയും, അതായത് സ്കൂളിൻ്റെ കോഡ്, നിങ്ങൾക്ക് വേണ്ട ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതുപോലെ ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്നിവ നൽകി നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഫോമിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 6 അല്ലെങ്കിൽ 10 നൽകാനുള്ള ഒരു ഭാഗമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ബാക്കി നിങ്ങൾക്ക് നൽകണമെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതേപോലെ കള്ളിയൊക്കെ വരച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിന് താഴെയായിട്ട് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇടണം. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. അപ്പോൾ ഈ ഒരു ഫോം വാങ്ങി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും സിഗ്നേച്ചർ ഇട്ട് കറക്റ്റായിട്ട് നിങ്ങൾ നൽകിയുള്ള കോഴ്സ് കോഡ് കറക്റ്റ് അല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കോഴ്സ് കോഡ് മാറിയിട്ട് പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത് മാറാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പറയുന്നത്. ഇനി ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് അപേക്ഷ നൽകാനായിട്ട് ആ ഒരു സമയത്ത്, അതായത് ഇപ്പോഴല്ല, ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകാനുള്ള ആ ഒരു ഭാഗം വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ജസ്റ്റ് അത് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നിങ്ങൾ സ്കൂളിൽ നൽകിയ അതേ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിലും നൽകാനുള്ളത്. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SLCയുടെ രജിസ്റ്റർ നമ്പർ, SLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ +1 അപേക്ഷയുടെ രജിസ്റ്റർ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് രേഖപ്പെടുത്തുക. ഇത്രയും നൽകിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് അടുത്തതായിട്ട് നൽകാനുള്ളത് നേരത്തെ നൽകിയ അതേ രീതിയിൽ തന്നെയാണ്. അതായത് ജസ്റ്റ് നിങ്ങൾ ഫോം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമതായിട്ട് വേണം എന്നുള്ളതാണ്. അത് ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് നൽകാനുള്ള ഒരു ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് അത് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗവും വരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അത് ലാസ്റ്റ് ആയിട്ടാണോ ഫസ്റ്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഓപ്ഷൻ നൽകുമ്പോൾ പ്രത്യേകിച്ച് അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി അത് ഫസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, ഇവിടെ സ്കൂൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോഴ്സുകൾ ലോഡായിട്ട് വരും. അപ്പോൾ ആ ഒരു കോഴ്സുകൾ ഇവിടെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഴ്സ് കോഡ് 1 വരുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5, അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ 39 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആ സ്കൂളിൽ ഉള്ളത്, നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് അവിടെ ആഡ് ബട്ടൺ കാണാൻ പറ്റും. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഓപ്ഷൻ മുഴുവൻ താഴെയായിട്ട് ലിസ്റ്റായിട്ട് വരും. അതായത് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ കോഴ്സ് എന്നിവ പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൻ്റെ കോഡും സ്കൂൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡും അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസും വരും. ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്നതൊക്കെ ഇതേ രീതിയിൽ ലിസ്റ്റഡ് ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇങ്ങനെ ലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾ നൽകുന്നത്, അതായത് അടുത്ത സ്കൂൾ നൽകുമ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുമ്പോൾ അത് അവിടെ വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ നൽകാവൂ. താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സും നൽകാനായിട്ട് പാടുള്ളതല്ല. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആ ഒരു സ്കൂൾ വേണ്ട, കോഴ്സ് വേണ്ട, മാറിപ്പോയി എന്നൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ തെറ്റിയാൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൺഫേം സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു തവണ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ഡിലീറ്റ് ചെയ്യാനോ, അതായത് അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആക്കാനോ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, വാരിക്കൊരു ഓപ്ഷൻ കൊടുക്കാതെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്, ഏത് സ്കൂളിലേക്കാണോ ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകാവൂ. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സേവ് ചെയ്ത ശേഷം അത് സേവ് ബട്ടൺ ഉണ്ടാകും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവസാനം അടിയിലായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു കൺഫർമേഷൻ ആയിട്ട്, അതായത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്യപ്രസ്താവന, അതായത് ഇതിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ നൽകിയതാണ് എന്നുള്ളതും, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ലഭിച്ചത് എവിടെയാണോ അവിടെ പോയിട്ട് സ്ഥിര അഡ്മിഷൻ നേടും എന്നും, അതുപോലെ തന്നെ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയാമെന്നുമുള്ള ആ ഒരു സത്യപ്രസ്താവനയാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷയിൽ ഓപ്ഷൻസിൽ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോഴ്സിൻ്റെ കോഡ് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചിന്തിച്ച ശേഷം എവിടെയും മാറ്റമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ജസ്റ്റ് കയ്യിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതായത്
ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തുറന്നു വരുന്ന പേജിൽ തന്നെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്ക് പോകുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിലെ സ്കൂളിൽ നിന്നും നിലവിലെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക്, ഉദാഹരണത്തിന് സയൻസ് ആണ് കിട്ടിയത്, കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്കോ ഒക്കെ മാറണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി എക്സ്ട്രാ വല്ല ഫീസും അടക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ ഫീസ് അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ വെച്ചത്, ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്നും അഡ്മിഷൻ അടച്ച ഫീസ് ഒഴികെ ബാക്കി എല്ലാ ഫീസും അതുപോലെ ഡോക്യുമെൻറ്റും തിരികെ വാങ്ങി പുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പുതിയ സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യം അടച്ച സ്കൂളിലെ അഡ്മിഷൻ ഫീസ് നൽകാൻ അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നതെങ്കിൽ, അത് ട്രാൻസ്ഫർ നിങ്ങൾ ഓപ്ഷൻ വെച്ച് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസും നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു PTA ഫണ്ടല്ല ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റും അതുപോലെ തന്നെ PTA ഫണ്ടും അടച്ചുകൊണ്ട് ആ ഒരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സീറ്റുകൾ നഷ്ടപ്പെടുകയും പിന്നീട് ആ ഒരു പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഞാൻ മാറുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ട്രാൻസ്ഫറിന് കൊടുത്തു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ട്രാൻസ്ഫറിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും നിങ്ങളുടെ സുഹൃത്തുക്കൾ ട്രാൻസ്ഫറിന് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ട്രാൻസ്ഫറിന് കൊടുക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുള്ള സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ട്രാൻസ്ഫറിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരികയും നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു സ്കൂളിലുണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് നിങ്ങൾ ട്രാൻസ്ഫറായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് ട്രാൻസ്ഫർ കിട്ടും, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ സുഹൃത്തിന് കിട്ടില്ല, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫറിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പല വിദ്യാർത്ഥികളും എനിക്ക് ട്രാൻസ്ഫർ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്ത് ട്രാൻസ്ഫറിന് വെക്കുന്നു എന്ന് കരുതി ട്രാൻസ്ഫറിന് വെക്കരുത്. കാരണം നിങ്ങൾക്ക് അതുപോലെ 2 പേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ കിട്ടണം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യപ്രകാരം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ വെക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു കോഴ്സിൽ പഠിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു നിർബന്ധമുള്ള ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു കോഴ്സാണ് പഠിക്കുന്നത് എന്ന് വെച്ച് അങ്ങോട്ടേക്ക് മാറേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ അതുപോലെ തന്നെ താല്പര്യമുള്ള മറ്റൊരു സ്കൂളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ ട്രാൻസ്ഫറിനുള്ള ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷനിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടതുണ്ടോ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാറുമോ, അത് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ട്രാൻസ്ഫർ കിട്ടിയിട്ടും എനിക്ക് ആ ഒരു സ്കൂൾ വേണ്ട, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു സ്കൂളിലാണ്, അവർക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവൂ, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി യാതൊരുവിധ കാരണവശാലും നിങ്ങൾക്ക് സയൻസ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കേണ്ടതില്ല, നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും കോഴ്സ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് തൃപ്തരാണ്, ഇനി ആ ഒരു കോഴ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ വെക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ കോഴ്സ് ഞാനിപ്പോൾ പഠിച്ചിട്ട് ഒക്കെ വരികയായിരുന്നു, കുറച്ച് ഇഷ്ടപ്പെട്ടൊക്കെ വരികയായിരുന്നു, അതുപോലെ ആ ഒരു സ്കൂളിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്കൂളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു, എനിക്കിപ്പോൾ ട്രാൻസ്ഫർ കിട്ടി, പക്ഷേ ആ ട്രാൻസ്ഫറിന് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക്, അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറാണ്, സ്കൂളും മാറാം കോഴ്സും മാറാം. സെക്കൻഡ് ട്രാൻസ്ഫറാണ് സ്കൂൾ ഡിസ്ട്രിക്ട്, അതുപോലെ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആ സ്കൂളും ജില്ലയും അതുപോലെ കോഴ്സും മാറാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ